നമസ്കാരം, ഞാൻ ക്രിസ്tina ചെറിയാൻ. ഇതുവരെയുള്ള ഏറ്റവും സജീവമായ വാർത്തകളുടെ വിശകലനം ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. വീണ്ടും അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി കൂടുതൽ നേതാക്കളെ ജയിലിലടയ്ക്കും. പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു പ്രസംഗം. थोड़े दिन के बाद ममता दीदी जेल में होंगी, तेजस्वी यादव जेल में होगा, स्टालिन साहब जेल के अंदर होंगे, पिनरई विजयन जेल के अंदर होंगे, उद्धव ठाकरे जेल के अंदर होंगे, जितने विपक्ष के नेता ये सारे जेल के अंदर होंगे. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കുന്ന നരേന്ദ്രമോദി സ്വന്തം പാർട്ടിയിലുള്ളവരെയും വെറുതെ വിടുന്നില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. LK അദ്വാനിയെ പോലെയുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. BJPയിലെ 75 വയസ്സ് മാനദണ്ഡം അനുസരിച്ച് നരേന്ദ്രമോദി വിരമിക്കാൻ സമയമെടുത്തു. അമിത്ഷായ്ക്ക് വേണ്ടിയാണ് BJP ഇപ്പോൾ വോട്ട് ചോദിക്കുന്നതെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. तो मैं लोगों को, देश के लोगों को आगाह करना चाहता हूं, मोदी जी अपने लिए वोट नहीं मांग रहे. मोदी जी अमित शाह को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं. मैं पूछना चाहता हूं मोदी जी से और अमित शाह जी से, ये मोदी की गारंटी पूरी कौन करेगा? क्या अमित शाह मोदी की गारंटी पूरी करेंगे? जब आप अगर जो वैसे तो मेरे को लगता है मैं भी आऊंगा उसके ऊपर, मुझे नहीं लगता इनकी सरकार बन रही है, लेकिन जो बीजेपी को वोट देने जाएं वो ये सोच के जाना कि आप मोदी जी के नाम पे वोट नहीं दे रहे, आप अमित शाह के नाम पे वोट दे रहे हैं. ഭാര്യ സുനിതയ്ക്കൊപ്പം കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അരവിന്ദ് കെജ്രിവാൾ പാർട്ടി ആസ്ഥാനത്തെത്തിയത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുഗമിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, നിരവധി കാര്യങ്ങൾ തന്റെ മടങ്ങിവരവ് പ്രസംഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു. BJPയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എടുത്തുകാട്ടുന്നു. കൂടുതൽ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോകും എന്ന സൂചനകളിൽ തന്നെയല്ലേ നൽകുന്നത്? മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാതെ പ്രധാനമായും പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു, കൂടാതെ BJPക്കകത്തെ ആഭ്യന്തര തർക്കങ്ങളും ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്ന് അരവിന്ദ് കെജ്രിവാൾ 1 മണിക്ക് ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് വെച്ച് ഇന്ന് മാധ്യമങ്ങളെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. പ്രധാനമായും ആം ആദ്മി പാർട്ടി ചെറിയൊരു പാർട്ടിയാണ്, കേവലം 10 വർഷം മാത്രം ആയുസ്സുള്ള ഒരു പാർട്ടിയാണ്. ചെറിയൊരു പാർട്ടിയാണ്, കേവലം 10 വർഷം മാത്രം ആയുസ്സുള്ള ഒരു പാർട്ടിയാണ്. ഈ ഒരു പാർട്ടിയെ തകർക്കാൻ വേണ്ടിയാണ് 4 പ്രധാനപ്പെട്ട നേതാക്കളെ ജയിലിൽ അടച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ആം ആദ്മി പാർട്ടി അങ്ങനെ തളരില്ല. ഇതൊരു ആശയമാണ്. ഈ ആശയം അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ അത് തന്നെ കണ്ടു പഠിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, തന്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി നേരത്തെ ഒരു അഴിമതി നടത്തിയപ്പോൾ താൻ തന്നെ മുൻകൈ എടുത്ത് ആ മന്ത്രിയെ പിന്നീട് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയിരുന്നു. സമാനമായ നിലയിൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചാൽ ആരെ വേണമെങ്കിലും ജയിലിലടക്കാമെന്ന സന്ദേശമാണ് ഇതുവഴി നൽകുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ ഇനി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്ന് അരവിന്ദ് കെജ്രിവാൾ തന്റെ ഈ ജയിലിന് ശേഷമുള്ള, അതായത് ജയിൽവാസത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഉദ്ധവ് താക്കറെ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇത്തരത്തിൽ സമാനമായ തന്നെ കേന്ദ്ര ഏജൻസികളെ വേട്ടയാടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിരോധം, ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പ്രതിരോധം ആണ് ഇപ്പോൾ നടക്കേണ്ടത്. മാത്രമല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു സന്ദേശം കൂടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറണം. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് നിലയിലും പോരാട്ടം തുടരും, തന്റെ രക്തം അതിനുവേണ്ടി ചീന്താൻ താൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ BJP മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന ഒരു നില സ്വീകരിച്ചു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, അതോടൊപ്പം തന്നെ വസുന്ധരാജ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരെടുത്ത് തന്നെയായിരുന്നു പരാമർശം. ഇനി അടുത്തത് യോഗി ആദിത്യനാഥ് എന്നൊരു BJPയുടെ ആഭ്യന്തര തർക്കം കൂടി ഉയർത്തിക്കാട്ടിയായിരുന്നു ഇന്ന് അരവിന്ദ് കെജ്രിവാൾ തന്റെ
പ്രസംഗത്തിൽ അടക്കം ഉടനീളം ഇന്ന് സൂചിപ്പിച്ചത്. മാത്രമല്ല കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പ്രസംഗം. എന്തായാലും വലിയ രീതിയിൽ തന്നെ ജനപങ്കാളിത്തം ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരുടെ എല്ലാം തന്നെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇനി അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാൾ സൗത്ത് ഡൽഹി മണ്ഡലത്തിലേക്ക് നീങ്ങും. അവിടെ വെച്ച് മെഹ്റൂളിൽ ഇന്ന് റോഡ് ഷോ സംഘടിപ്പിക്കും. പിന്നീട് രാത്രി 8 മണിക്കും ഒരു റോഡ് ഷോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് സജീവമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങുകയാണ്. രാവിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് വർദ്ധിത വീര്യത്തോടെ അരവിന്ദ് കെജ്രിവാൾ മടങ്ങിയെത്തുന്നു. ഇതോടൊപ്പം തന്നെ റോഡ് ഷോകൾ നടത്തുന്നു. കൂടുതലായി ജനങ്ങളിലേക്ക്, അതായത് ഡൽഹിയിലെ ഓരോ വ്യക്തിയിലേക്കും കാര്യങ്ങൾ എത്തിക്കുക, പുതിയതായ കാര്യങ്ങൾ, അതായത് മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട തന്റെ ജയിലനുഭവങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഇതുവരെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കൂടുതലും BJP-യിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഷോയുടെ സമയം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, വൈകിട്ട് 4 മണിക്കാണ് സൗത്ത് ഡൽഹി മണ്ഡലത്തിൽ റോഡ് ഷോ നിശ്ചയിച്ചിരിക്കുന്നത്. മെഹ്റൂലിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കും. വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഈ റോഡ് ഷോയിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും അതോടൊപ്പം മുതിർന്ന നേതാക്കളടക്കം ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ ജയിലായതിനു ശേഷം ആം ആദ്മി പാർട്ടിയുടെ പ്രചരണത്തിന്റെ നേതൃത്വം നയിച്ചത് പിന്നീട് സുനിത കെജ്രിവാൾ ആയിരുന്നു. പക്ഷേ പിന്നീട് ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും വർദ്ധിത വിവരത്തോടുകൂടി തന്നെ ഇന്നലെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനിയുള്ള ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ പരമാവധി ഇടങ്ങളിൽ പ്രചരണം നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ സൗത്ത് ഡൽഹിയിലെ റോഡ് ഷോ ആദ്യം നിശ്ചയിച്ചത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നെ വെച്ച് നടത്താനായിരുന്നു. പക്ഷേ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിയ സാഹചര്യത്തിൽ ഇനി ഡൽഹിയിലടക്കം, ഡൽഹി കൂടാതെ പഞ്ചാബ്, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളടക്കം അരവിന്ദ് കെജ്രിവാളിനെ രംഗത്തിറക്കി മദ്യ അഴിമതി കേസിലെ രാഷ്ട്രീയം സംസാരിക്കാൻ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് മറ്റ് വശങ്ങളിലേക്ക് എന്തായാലും ഈ അരവിന്ദ് കെജ്രിവാൾ പ്രതികരിക്കില്ല. എന്നാൽ ഇതിന്റെ രാഷ്ട്രീയം കൃത്യമായി തന്നെ ഇന്ന് ജനങ്ങളോട് ഒരുപക്ഷെ ഇന്നത്തെ റോഡ് ഷോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തന്നെ സുനിത കെജ്രിവാൾ ശക്തമായ ഭാഷയിലുള്ള വിമർശനമെല്ലാം തന്നെ ഈ മദ്യ അഴിമതി കേസിലെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ വേട്ടകളെ സംബന്ധിച്ചെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. സമാനമായ നിലയിലൊരു രാഷ്ട്രീയ പ്രസംഗം ഇന്ന് വൈകിട്ടത്തെ റോഡ് ഷോയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് മെഹ്റൂളിൽ ആരംഭിക്കുന്ന റോഡ് ഷോ പിന്നീട് രാത്രി 8 മണിക്ക് ഈസ്റ്റ് ഡൽഹി മണ്ഡലത്തും റോഡ് ഷോ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും സജീവമായി തന്നെ റോഡ് ഷോയിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു നിർണായക ശക്തിയായി കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി അതിന് ഊർജ്ജം നൽകുന്ന ഒരു സുപ്രീം കോടതി ഇടപെടലാണ് ഇന്നലത്തെ എന്നൊരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു അനുകൂലമായുള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാം തന്നെ കണക്കുകൂട്ടൽ. അതിന് ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റും തങ്ങൾക്ക് ലഭിക്കുമെന്നൊരു അനുകൂലമായിട്ടുള്ളൊരു പ്രതീക്ഷ ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളും പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. പഞ്ചാബിലും സമാനമായി തന്നെ 13 സീറ്റും നേടാനൊരു സാഹചര്യമുണ്ട്. കൂടാതെ ഹരിയാനയിലും 10 ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതെന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും മറ്റ് ആം ആദ്മി നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികൾ സജീവമാകാനാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ജയിൽ മോചിതനായ ശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ പരിപാടി, അദ്ദേഹത്തിന്റെ പ്രസംഗം, ഇനിയുള്ള റോഡ് ഷോ, ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ നൽകിയത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ അധിക ജാഗ്രത വേണം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അഖിൽ ഷാ അൻസാറാണ്. അഖിൽ, 2-3 ദിവസമായി നല്ല വേനൽ മഴ പലയിടത്തും കിട്ടുന്നുണ്ട്. അതേസമയം തന്നെ ആ വേനൽ ചൂടിനൊരു ചെറിയ ആശ്വാസമുണ്ടെങ്കിൽ പോലും ഇടിമിന്നലും കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ടല്ലോ. ക്രിസ്ത്യന, സംസ്ഥാനത്ത് വേനൽ മഴ അത് അടുത്ത 5 ദിവസം ശക്തമാകുമെന്നുള്ളൊരു കാര്യമാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനമായും അടുത്ത 5 ദിവസമാണ് ഇത്തരത്തിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുള്ളത്. ഇന്ന് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായും വ്യക്തമാക്കുന്നത്. ഒപ്പം പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴയും അതുപോലെ തന്നെ ഇടിമിന്നലോടും ശക്തമായ കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വേനൽ മഴ സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ ചൂടിന് നേരിയൊരു ആശ്വാസമുണ്ട്. പക്ഷേ വിവിധ ജില്ലകളിൽ, സംസ്ഥാനത്തെ 8 ജില്ലകളിൽ ഇപ്പോഴും ഉയർന്ന താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കടുത്ത ചൂടിനുള്ള സാധ്യത തന്നെയാണ്
ഈ ജില്ലകളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഈ സൂര്യാഘാതം, സൂര്യാതപം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നുള്ള കാര്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അഖിൽ ഷാ അൻസാറാണ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ്. രണ്ടാഴ്ചയ്ക്ക് ശേഷം ആദ്യമായി പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിൽ താഴെയെത്തി. പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് BA ഗിരീഷാണ്. ഗിരീഷ്, വേനൽ മഴയുണ്ട്, അതുകൊണ്ട് തന്നെ ചൂടിന് നേരിയൊരു ആശ്വാസം ഉള്ളതുകൊണ്ടാവാം ഈ വൈദ്യുത ഉപഭോഗത്തിൽ ചെറിയൊരു കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോഡ് ഷെഡിങ് എന്ന രീതിയിലേക്കൊന്നും പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് കരുതാമല്ലേ? കൃഷ്ണ, സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗോ മറ്റ് വൈദ്യുതി നിയന്ത്രണങ്ങളോ വേണ്ടെന്ന് കഴിഞ്ഞ തവണ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസ്ഥാനത്തെ വൈദ്യുത ഉപഭോഗത്തിൽ കുറവുണ്ടായി. രണ്ടാഴ്ചയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിൽ താഴെ എത്തുന്നത്. പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയിലും കുറവുണ്ടായിട്ടുണ്ട്. BA ഗിരീഷായിരുന്നു വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബ്ദത്തിൽ സാങ്കേതിക തകരാറുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കരമനയിലെ അതിക്രൂര കൊലപാതകത്തിൽ 4 പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ്. അക്രമി സംഘത്തിലെ ഒരാൾ കസ്റ്റഡിയിലായി. അക്രമി സംഘം എത്തിയ കാർ പോലീസ് കണ്ടെത്തി. കൊലയാളികൾ കരമന അനന്തു വധക്കേസിലും പ്രതികളാണ്. ഇതിൽ 4 പ്രതികളെയാണ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അഖിൽ, അനീഷ്, അതുപോലെ വിനീത്, പിന്നെ സുമേഷ്, ഇങ്ങനെ 4 പേരുടെ സാന്നിധ്യം ഈ ഒരു കേസിൽ ഉണ്ടതായിട്ട് പോലീസ് തിരിച്ചറിഞ്ഞു. പ്രാഥമികമായ സ്റ്റേജിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇലക്ഷൻ്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവെഞ്ചാണ് ഇതിൻ്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് 2019 നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ്. ആ കേസിൻ്റെ ട്രയൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നടന്ന നന്ദു ഗിരീഷിൻ്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ്. പക്ഷേ ആ കേസുമായിട്ട് ഇതിന് പ്രാഥമികമായിട്ട് ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് പ്രാഥമികമായിട്ട് ബന്ധമില്ല. അക്യൂസിൻ്റെ പ്രീവിയസ് കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽസുമായിട്ടാണ് ഇത്. പോലീസിന് വീഴ്ചയുണ്ടായില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും അഖിലിന്റെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പ്രതികളുമായി മുൻപ് പ്രശ്നമുണ്ടായിരുന്നെന്ന് കൊല്ലപ്പെട്ട അഖിലിന്റെ ബന്ധുക്കൾ പറഞ്ഞു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ ആണ് ചേരുന്നത്. ജയശങ്കർ, ഈ മുൻവൈരാഗ്യം, അത് ഈ ബാറിൽ ഉണ്ടായ ഒരു തർക്കത്തെ തുടർന്നുള്ള മുൻവൈരാഗ്യമാണെന്ന വാർത്തകൾ വന്നിരുന്നു. ഇന്ന് തന്നെയാലും പോലീസിന് ഇക്കാര്യത്തിൽ യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല, കർശന നടപടി എടുക്കുമെന്നാണല്ലോ മന്ത്രി വി ശിവൻകുട്ടിയും പറയുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്? അതായത് ഒരു മുൻവൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ബാറിലുണ്ടായൊരു തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഈ കേസിലെ പ്രതികളുടെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ 5 വർഷം മുമ്പ് തിരുവനന്തപുരത്തുണ്ടായ അനന്തു വധക്കേസിലെ പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 4 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരാളെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട സംശയമുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇയാളെ പ്രതിപ്പട്ടികയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും പോലീസിന്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കൊല നടത്തുന്നതിനായി പ്രതികളെത്തിയ കാറ് പോലീസ് നിലവിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് വാടകയ്ക്കെടുത്ത കാറിലാണ് പ്രതികളെത്തിയത്. ഈ കാറിൽ ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ പോലീസ് നടത്തുന്നുണ്ട്. DCPയുടെ നേതൃത്വത്തിൽ നേരിട്ട് അന്വേഷണം വിലയിരുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ നിലവിൽ മുമ്പോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താൻ സാധിക്കും, പ്രതികളെ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ഈ പ്രതികളെല്ലാം തന്നെ ജാമ്യത്തിലിറങ്ങിയ ആളുകളാണ്. അന്തോ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ജാമ്യത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇവരുടെ ജാമ്യം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടും പോലീസ് നടപടികൾ ഉടൻ ആരംഭിക്കും. എന്തായാലും പ്രതികൾ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. ഇവരാരും തന്നെ നിലവിൽ ജില്ല വിട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പക്ഷേ ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഈ കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകും, പ്രതികൾ പിടിയിലാകും. തലസ്ഥാനത്തെ ക്രമസമാധാനം പാളിയിട്ടില്ല എന്നാണ് ശിവൻകുട്ടി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരം കൃത്യമായൊരു നടപടി അടിയന്തരമായി സ്വീകരിക്കാനുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ പൊതുവിൽ തലസ്ഥാനത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സമാനമായ കേസുകൾ ഉണ്ടാകുകയും സംഭവം നടന്നതിന് ശേഷം മാത്രം ഒരു പോലീസ് ഇടപെടൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇത് മന്ത്രിയോട് സൂചിപ്പിച്ചപ്പോൾ അത്തരം പ്രശ്നങ്ങളില്ലെന്നും പോലീസിന് ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇതിലൂടെയാണ് പോലീസ് ഈ പ്രതികളെ തിരിച്ചറിയുകയും ഇവരുടെ ചരിത്രത്തിലേക്ക് എത്തുകയും മറ്റും ചെയ്തു. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്.
ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി AB ജയശങ്കർ. ഡൽഹി ക്യാപിറ്റൽസ് നായകൻ ഋഷഭ് പന്തിന് സസ്പെൻഷൻ. കുറഞ്ഞ ഓവർ നിരക്ക് തുടർച്ചയായി ആവർത്തിച്ചതോടെയാണ് നടപടി. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഉണ്ട്. അനിൽ, പലപ്പോഴും ഈ ടീമിന്റെ ഒരു ആവശ്യം അനുസരിച്ചൊക്കെ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അതിങ്ങനെയൊക്കെയുള്ള തിരിച്ചടിയായി വരാറുണ്ട്. വിശദാംശങ്ങൾ. അങ്ങനെ തന്നെയാണ് ക്രിസ്റ്റീന. ഒരുപക്ഷെ ടീമിന് വേണ്ടി അല്പസമയമെടുത്ത് ചിന്തിച്ചുകൊണ്ട് ചില നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ IPLന്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ സമയത്ത് തന്നെ മത്സരം അവസാനിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. IPL ഇക്കാര്യത്തിൽ അത്ര കണ്ട് കണിശതയാർന്നിട്ടാണ് ഈ നിയമം കൊണ്ടുപോകുന്നത് തന്നെ. കൃത്യസമയത്ത് മത്സരം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ ക്യാപ്റ്റനെതിരെ നടപടി ഉണ്ടാവാറുണ്ട്. ഇത് ഈ സീസണിൽ 3-ാം തവണയാണ് ഋഷഭ് പന്തിന് കുറഞ്ഞ ഓവർ നിരക്കിൻ്റെ പേരിൽ നടപടി നേരിടേണ്ടി വരുന്നത്. ആദ്യത്തെ തവണ 12 ലക്ഷമായിരുന്നു, പിന്നീട് അത് 24 ലക്ഷമായി. അടുത്ത തവണ ഫൈൻ ചുമത്തി. 3-ാമത്തെ തവണയും വീണ്ടും ഈ കുറ്റം ആവർത്തിച്ചതോടുകൂടിയാണ് ഒരു മത്സരത്തിൽ താരത്തിന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 30 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ഇതോടുകൂടി നാളെ നടക്കുന്ന RCBക്കെതിരായ മത്സരം ഋഷഭ് പന്തിന് നഷ്ടമാകും. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക മത്സരമാണ് നാളത്തേത്. ഇനി ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ കൂടി ജയിച്ചാൽ മാത്രമാണ് ടീമിന് പ്ലേ ഓഫിലേക്ക് മുന്നേറാനാവുക, അല്ലെങ്കിൽ ആ സാധ്യത നിലനിർത്താനാവുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ പ്രധാനപ്പെട്ട താരമായ ഈ ടൂർണമെൻറ്റിൽ ബാറ്റ് കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഈ താരത്തിന് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതെന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. വിക്കറ്റ് കീപ്പറായിട്ടും അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിലും സീസണിൽ തൻ്റെ തിരിച്ചുവരവിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഋഷഭ് പന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എങ്ങനെ ഋഷഭ് പന്തിൻ്റെ അഭാവം ഡൽഹി നികത്തുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. മറ്റു ടീം ക്യാപ്റ്റന്മാർക്കും ഒക്കെ തന്നെ ഇതൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ഈ കൃത്യസമയത്ത് മത്സരം നിർത്തണം എന്നുള്ളത്. നേരത്തെ ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ ഒക്കെ തന്നെ, ഹർദിക് പാണ്ഡ്യ ഇവർക്കൊക്കെ തന്നെ ഈ നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരാൾക്ക് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നത്. മുമ്പുള്ള എല്ലാവർക്കും പിഴശിക്ഷ മാത്രമാണ് കൊടുക്കേണ്ടി വന്നത്. എന്തായാലും പന്തിൻ്റെ അഭാവം എങ്ങനെ ഡൽഹി നികത്തുമെന്നു എന്നാണ് നമ്മൾ നാളെ അറിയാനിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കുട്ടി ക്രിക്കറ്റിൽ എന്തായാലും സമയനിഷ്ഠ ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നാണ് ഈ നടപടി വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. അമ്പിട്ടൻ തരിശ് വാഴപ്പള്ളം ചിറകുന്നേൽ ബിനീഷിനാണ് വാരിയലിനുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റത്. വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. നിഖിൽ, വിവരങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് വടക്കഞ്ചേരി അമ്പിട്ടൻ തരിശ് വാഴപ്പള്ളം മേഖലയിൽ ബിനീഷ് എന്നയാൾക്ക് 42-കാരനാണ് അദ്ദേഹത്തിന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. കിഴക്കഞ്ചേരി പ്ലാച്ചിക്കുളമ്പ് വെങ്ങശ്ശേരി പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. അപകടത്തിൽ ചുമലിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ ബിനീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പ്രാഥമികമായ ചികിത്സ നൽകിയ ശേഷം അവിടേക്ക് മാറ്റുകയായിരുന്നു. ഈ മേഖലകളിൽ വ്യാപകമായി കാട്ടുപന്നികൾ ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ സത്യത്തിൽ അല്പം കൂടെ ഗുരുതരമായ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ഇതിനെ കണ്ട ഉടനെ തന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചതുകൊണ്ടാണ് അല്പമെങ്കിലും ആശ്വാസം ഉണ്ടായത്. എന്തായാലും ഈ മേഖലയിൽ നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ കാര്യമായിട്ടുള്ള ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ശരി, നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറ ഏരൂരിൽ കിടപ്പ് രോഗിയായ വയോധികനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. രോഗിയായ ഷൺമുഖനെ ആശുപത്രിയിലേക്ക് മാറ്റി. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ടത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഷൺമുഖന് ചികിത്സയും പരിചരണവും ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇവിടെ അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടാണ്. അപ്പോൾ മകനും മരുമകളും ഉണ്ട്. അവർ മരുമകളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇയാൾ ഡ്രൈവറാണ്. ജോലിക്ക് ആവശ്യത്തിനാണ് പോയതാണോ ഇനി അച്ഛനെ ഉപേക്ഷിച്ച് പോയതാണോ? ഉപേക്ഷിച്ച് പോയതായിരിക്കും. കാരണം ഇവിടെ അടുക്കളയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം അടുക്കളയിലും മറ്റു ഒന്നുമില്ല. എല്ലാവരും അവർ എടുത്തിട്ട് പോയതാണ്. അച്ഛനെ മാത്രം ഇട്ടിട്ട് പോയത്. നമ്മൾ ആദ്യം കൗൺസിലറുടെ പരാതിയിൽ കേസെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത വിജി ചേരുകയാണ്. വിനീത, വാർത്ത ഇടപെടലാകുന്ന ഒരാളുടെ ജീവിതത്തിൽ പ്രകാശമാകുന്ന ഒരു അനുഭവം കൂടിയാണ്. ഇപ്പോൾ ഈ ഷൺമുഖൻ ചികിത്സയിലാണ്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ പരിചരണം ഏത് രീതിയിലായിരിക്കും? അതേപോലെ തന്നെ മകനെതിരെ കേസെടുത്തിട്ടുണ്ടല്ലോ, അതെങ്ങനെ പുരോഗമിക്കുന്നു? ക്രിസ്റ്റീന, ഈ വാടക വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവനും മാറ്റിയ മകനാണ് സ്വന്തം അച്ഛനെ പോലും കൊണ്ടുപോകാതെ ആ അച്ഛനെ ആ വീട്ടിൽ ഉപേക്ഷിച്ച് പോയത്.
ഈ വീട് ഇങ്ങനെ തുറന്നു കിടക്കുന്നത് കണ്ട് വീട്ടുടമ വന്ന് പരിശോധിച്ചപ്പോഴാണ് ആ കട്ടിലിൽ അച്ഛൻ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് തന്നെയാണ് നമ്മൾ ആ വാർത്ത പുറത്തു കൊണ്ടുവരികയും അതിലിപ്പോൾ ഇടപെടലുകളടക്കം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഈ മകൻ അജിത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച മകനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്ന് തൃപ്പൂണിത്തുറ SI അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനും എറണാകുളം ജില്ലാ കളക്ടറോട് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ നഗരസഭയിൽ നിന്ന് പാലിയേറ്റീവ് പ്രവർത്തകർ വീട്ടിലെത്തി. ദിവസങ്ങളായി അദ്ദേഹം ആ വീട്ടിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഡയപ്പറും മൂത്രസഞ്ചിയും ഒന്നും വൃത്തിയാക്കാതെ കിടന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഇതൊക്കെ ഈ ആരോഗ്യ പ്രവർത്തകരൊക്കെ എത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് വൃത്തിയാക്കി അദ്ദേഹത്തെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഷൺമുഖന്റെ ദുരവസ്ഥ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 24 ആണ് വാർത്തയാക്കിയത്. ഇതിന് പിന്നാലെ ആദ്യ ഇടപെടൽ നടത്തിയത് നഗരസഭ വൈസ് ചെയർമാനാണ്. അദ്ദേഹമാണ് ഈ മകൻ അജിത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ ഷൺമുഖൻ എല്ലാവിധ ചികിത്സയും ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. നഗരസഭ അങ്ങനെ തന്നെയാണ് പറയുന്നത്. 3 മക്കളുള്ള ഷൺമുഖൻ ആരോഗ്യ പ്രവർത്തകരുടെ കരുതലിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി അറിയേണ്ടത് ഈ 3 മക്കളിൽ ആരാണ് ഷൺമുഖനെ പിന്നീട് ഏറ്റെടുക്കാൻ വരിക, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ അവസ്ഥയൊക്കെ മാറിയതിനു ശേഷം ആരെങ്കിലും ഒരു മകൻ അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വരുമോ എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വിനീത വിജിയാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ വ്യാജരേഖ ചമച്ച് മണ്ണ് കടത്തിയെന്ന പരാതിയിൽ കേസെടുത്ത പോലീസ്. ഭൂവുടമ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 24 ഇംപാക്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീഷ്, ഏത് രീതിയിലുള്ള നടപടിയാണ് ഉണ്ടാവുക? എന്ത് തരത്തിലാണ് ഈ പരാതിയിൽ ഇനിയിപ്പോൾ ഒരു മാറ്റമുണ്ടാവാൻ പോകുന്നത്? ക്രിസ്റ്റീന, തിരുവനന്തപുരം പഴയ കുന്നുമ്മേൽ വില്ലേജിൽപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നാണ് ഇവരറിയാതെ മണ്ണ് കടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യം സ്വകാര്യ വ്യക്തി കിളിമാനൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല. ഇത് വാർത്തയായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് കിളിമാനൂർ പോലീസ് ഈ മണ്ണ് കടത്തലിൽ കേസെടുത്തിട്ടുള്ളത്. ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ചട്ടലംഘനവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. കാരണം ഭൂവുടമ അറിയാതെ ഭൂവുടമയുടെ സമ്മതപത്രം വ്യാജമായി നിർമ്മിച്ചാണ് മണ്ണ് കടത്തൽ നടന്നിരിക്കുന്നത്. ഭൂവുടമ സ്ഥലം സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ഈ മണ്ണ് കടത്തൽ ബോധ്യപ്പെടുന്നത്. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഈ സമ്മതപത്രം, മണ്ണ് എടുക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സമ്മതപത്രം വ്യാജമാണെന്ന് മനസ്സിലാവുകയും ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ പരാതിയിലാണ് ഇപ്പോൾ കിളിമാനൂർ പോലീസ് വൈകിയാണെങ്കിലും നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്തും ഈ മണ്ണ് കടത്തലിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ പഞ്ചായത്ത് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറോട് അടിയന്തര നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. ജില്ലാ റൂറൽ പോലീസിനോട് അടിയന്തര നടപടി സ്വീകരിക്കാൻ നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് MG പ്രതീഷാണ്. തൃശൂർ കുതിരാനിൽ വൻ ലഹരിവേട്ട. 42 ഗ്രാം MDMAയും വീര്യം കൂടിയ ലഹരി ഗുളികകളും പിടികൂടി. പൂത്തോൾ സ്വദേശി വിഷ്ണു അറസ്റ്റിലായിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജ്ജിയാണ്. സൂരജ്, ഇതുപോലെ നിരവധി ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ സൂരജ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കേസുകളിൽ അന്വേഷണം വരുന്നു, കൂടുതൽ നടപടി ഉണ്ടാവുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഏത് രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്? ക്രിസ്റ്റിന, ഈ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കുതിരാൻ തുരങ്കത്തിന് സമീപത്ത് വെച്ച് ഈ വാഹനങ്ങൾ തടഞ്ഞുള്ള പരിശോധന നടത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരിശോധന. PC പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ 42 ഗ്രാം വരുന്ന MDMAയും അതുപോലെ തന്നെ ഈ മാരകമായിട്ടുള്ള ഗുളികകളും, അതായത് ലഹരി ഗുളികകളുമാണ് നിലവിൽ പിടികൂടിയിട്ടുള്ളത്. ഇത് എവിടെ നിന്നാണ് ഈ ലഹരിക്കടത്ത് ഉണ്ടായത് എന്നടക്കമുള്ള വിശദമായ പരിശോധനയിലേക്ക് പോലീസ് ഇത് സംബന്ധിച്ച് കടന്നിട്ടുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതിയാണ് പിടിയിലായിട്ടുള്ളത്. പൂത്തൂൾ സ്വദേശി വിഷ്ണുവാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ലഹരി കടത്താൻ സഹായിച്ചവരെ കൂടി കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമം അത് നിലവിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജ്ജിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീടിന് തീയിട്ട് പ്രതികാരം ചെയ്ത കുപ്രസിദ്ധ ഗുണ്ട പഞ്ചായത്തുണ്ണി പിടിയിൽ. വീട് ആക്രമിച്ചതിന് പോലീസിൽ പരാതി നൽകിയതിന്റെ പകയിൽ ഇന്നലെ രാത്രിയാണ് ഫാത്തിമപുരത്ത് ഇയാൾ വീട് കത്തിച്ചത്. മുരുക്കുംപുഴയിലെ രഹസ്യ കേന്ദ്രം വളഞ്ഞാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കാണ് ചേരുന്നത്. സലീം, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് ഇപ്പോൾ ഇയാളെ പിടികൂടിയിട്ടുണ്ടല്ലോ, ഇതിന് കാരണമായ സംഭവം എന്താണ്?
ക്രിസ്റ്റീന, ഒരു ഗുണ്ടാ വിളയാട്ടം തന്നെയായിരുന്നു ഇന്നലെ കഴക്കൂട്ടം ഫാത്തിമപുരത്ത് വെച്ച് നടന്നത്. ഈ നേരത്തെ ഒരു കേസിൽ പരാതിപ്പെട്ടു എന്നതിൻ്റെ പേരിൽ മാത്രമായിരുന്നു ഈ പഞ്ചായത്തുണ്ണി എന്ന് വിളിക്കുന്ന രതീഷ് ഈ സ്റ്റാലൻ എന്ന കൽപ്പന കോളനിക്ക് സമീപമുള്ള സ്റ്റാലൻ്റെ വീട് തീയിടുന്നത്. അതും ഒരു പാർവതി പുത്തനാർ നീന്തിക്കയറി അതിൻ്റെ മറുകരയിലുള്ള ഈ വീട് തീയിടുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് ഈ സ്റ്റാലൻ്റെ മാതാവിൻ്റെ വീട് കയറി ഇയാൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ പരാതി കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. മാത്രമല്ല, ഈ പഞ്ചായത്തുണ്ണി എന്ന ആൾ ഒരു പ്രദേശത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ്. 40-ലധികം കേസുകളുണ്ട് ഇയാൾക്കെതിരെ. ഇയാൾ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ ഉൾപ്പെടെ കഴിഞ്ഞതാണ്. അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം വീണ്ടും 2-ലധികം കേസുകൾ ഇയാൾ ഉണ്ടാക്കി. അതിൽ ചിലത് ജാമ്യം കിട്ടുന്ന വകുപ്പുകളായിരുന്നു പോലീസ് ചുമത്തിയത്. ചിലതിന് പോലീസിന് ഇയാളെ പിടികൂടാനും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഈ വീട് കയറിയുള്ള ഒരു ആക്രമണത്തിൽ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ചതിന് ശേഷമായിരുന്നു ഈ ആക്രമണം നടത്തിയത്. അതിനുശേഷം ഇന്നലെ ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. ഇയാളുടെ സുഹൃത്തുക്കളുമായാണ് ഒളിവിൽ പോയത്. അതിനിടയിലാണ് മുരുക്കുംപുഴയിലെ രഹസ്യ കേന്ദ്രത്തിൽ ഇയാളുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ പോലീസ് ഈ വീട് വളഞ്ഞ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ക്രിസ്റ്റീന, ശരി, വീട് കയറിയ ആക്രമണത്തിൽ പരാതി നൽകിയതിന് വീണ്ടും പ്രതികാരമായി ഫാത്തിമപുരത്തെ വീട് കത്തിക്കുന്നു. രഹസ്യ കേന്ദ്രം വളഞ്ഞ് പോലീസ് ഇയാളെ പിടികൂടി. കൂടുതൽ നടപടികൾ ഉണ്ടാകും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്. മലപ്പുറം മഞ്ചേരിയിൽ മുതിർന്ന ആളെ പുറകിൽ വെച്ച് വിദ്യാർത്ഥിയുടെ സ്കൂട്ടർ യാത്ര. സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന രണ്ടുപേരും ഹെൽമറ്റ് ധരിച്ചിട്ടില്ല. സ്കൂട്ടർ അമിത വേഗതയിലെന്ന ദൃക്സാക്ഷികൾ. ബൈക്കിനു പുറകിൽ യാത്ര ചെയ്ത കാർ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന് ചേരുന്നത് ഷഹദ് റഹ്മാനാണ്. ഷഹദ്, അടിമുടി ഒരു നിയമലംഘനം. ബൈക്കിൽ ചെറിയ കുട്ടി ഓടിക്കുന്നു, അതേപോലെ തന്നെ ഹെൽമറ്റ് ധരിക്കുന്നില്ല, ലഹരി വസ്തുക്കൾ സിഗരറ്റ് ഉപയോഗിക്കുന്നു. എന്താണ് സംഭവം? ഏത് രീതിയിലുള്ള നടപടി ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു? ക്രിസ്റ്റീന, ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ MVD ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിലൊരു നടപടി ഉടൻ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേസമയത്ത് ഇത് നടക്കുന്നത് ഇന്ന് രാവിലെ 9:30 കൂടിയിട്ടാണ്. മലപ്പുറം മഞ്ചേരി കിടങ്ങഴയ്ക്ക് സമീപത്താണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. ഈ പുറകിൽ സഞ്ചരിച്ച കാർ യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അവർ ഇത് പകർത്തി നമുക്ക് അയച്ച് നൽകുകയായിരുന്നു. ഏറെ ദൂരം ഈ കുട്ടിയും ഒപ്പം തന്നെ ഇയാളും ഈ കാറിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ മുതിർന്ന ആൾ ഈ ബൈക്കിന് പുറകിലിരുന്ന സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട്. അതിനുശേഷം ആ കൈ വലത്തെ സൈഡിലേക്ക് കാണിച്ച് ക്രോസ് ചെയ്ത് റോഡ് പോകുകയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ ഏറെ നേരം ഇത്തരത്തിൽ ഈ കാറിന് മുന്നിൽ ഈ ബൈക്ക് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ കാർ യാത്രക്കാർ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഒന്നാമത് ഈ സിഗരറ്റൊക്കെ വലിച്ച് പുറകിലിരിക്കുന്നു. മറ്റൊന്ന്, ഈ ചെറിയ കുട്ടിയാണ് ഈ വണ്ടി ഓടിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടുപേർക്കും ഹെൽമെറ്റ് ഇല്ല. ഏതെങ്കിലും തരത്തിലൊരു അപകടമുണ്ടായാൽ അത് വൻ ദുരന്തങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ പകർത്തി ആളുകൾ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മലപ്പുറത്തിൻ്റെ ഈ ഉൾമേഖലകളിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ് ഇത്. പ്രത്യേകിച്ച് ബൈക്കിൽ 3 പേര്, അതുപോലെ തന്നെ ഒരു ഹെൽമെറ്റ് പോലും ഇടാതെ, 2 ഹെൽമെറ്റ് പോലും ഇടാതെ ഇത്തരത്തിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നതൊക്കെ സ്ഥിരമായിട്ട് മലപ്പുറത്തിൻ്റെ ഉൾമേഖലകളിൽ കണ്ടുവരുന്ന കാഴ്ചയാണ്. പക്ഷേ ഇത് ഇപ്പോൾ ക്യാമറയിൽ പതിഞ്ഞു എന്ന് മാത്രം. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലത്തീൻ സഭയുടെ വരാപ്പുഴ അതിരൂപത സഹായമെത്രാനായി ഫാദർ ആന്റണി വാലുങ്കലിനെ നിയമിച്ചു. അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിൽ പറമ്പിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, വരാപ്പുഴയ്ക്ക് പുതിയ സഹായമെത്രാൻ വരുന്നു, വിവരങ്ങൾ. അല്പസമയം മുമ്പാണ് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കലിനെ വരാപ്പുഴ അതിരൂപത സഹായമെത്രാനായി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 1 വർഷമായുള്ള ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം റോം അംഗീകരിച്ചു. തുടർന്നാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. ഇതേസമയം, അതായത് ആർച്ച് ബിഷപ്പിൽ നടക്കുന്ന പ്രഖ്യാപനത്തിനൊപ്പം വത്തിക്കാനിലും ഇതേ സമയത്ത് ആ പ്രഖ്യാപനം നടക്കുന്നുണ്ട്. എറണാകുളം സ്വദേശിയാണ് ഡോക്ടർ ആന്റണി വാലുങ്കൽ. നിലവിൽ പൊറ്റക്കുഴി, വാടേൽ എന്നീ ഇടവകളിൽ സഹവികാരിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സഭയുടെ നിരവധി സെമിനാരി മിഷനുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. മെത്രാഭിഷേകം ജൂൺ 30-ന് വല്ലാർപാടം ബസിലിക്കയിൽ വെച്ച് നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വരാപ്പുഴ അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ എത്തിയിരിക്കുന്നു. നിലവിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നു. സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സഭയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് റവറന്റ് ഡോക്ടർ ആന്റണി വാലുങ്കൽ നിലവിൽ പ്രതികരിച്ചിരിക്കുന്നു. ക്രിസ്റ്റീന.
ശരി, വരാപ്പുഴ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനാകുന്നു ഫാദർ ആന്റണി വാലുങ്കൽ. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന്. ഒരിടവേള. മാഹിയിൽ നിന്നും കടത്തിയ 74 കുപ്പി വിദേശ മദ്യം കോഴിക്കോട് അഴിയൂരിൽ പിടികൂടി. മലപ്പുറം എടയൂർ സ്വദേശി അബ്ദുൾ ഹമീദിനെയാണ് ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തത്. APS പാഴ്സൽ കമ്പനിയുടെ വാഹനത്തിൽ തൃശൂരിലേക്ക് കടത്താനായിരുന്നു ശ്രമം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, ഒരു പാഴ്സൽ വാഹനത്തിൽ തൃശ്ശൂരിലേക്ക് മദ്യം കടത്താനുള്ള ശ്രമം, ഇത് ആസൂത്രിതമായ ഒരു ശ്രമമായിരുന്നു. മുൻപും ഇതേ രീതിയിലുള്ള മദ്യക്കടത്ത് നടത്തിയിരുന്നു. എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? ക്രിസ്റ്റീന, മുമ്പും ഇത്തരത്തിൽ ഈ മദ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. APS എന്ന പാഴ്സൽ കമ്പനിയുടെ വാഹനം മറയാക്കിയായിരുന്നു മാഹിയിൽ നിന്നും ഈ മദ്യക്കടത്ത്. തൃശ്ശൂരിലേക്കായിരുന്നു മദ്യം കടത്താനുള്ള ശ്രമം. അതെന്തായാലും ഇത്തവണ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ അതിർത്തി ഗ്രാമമായ അഴിയൂരിൽ വെച്ചാണ് ഈ മദ്യക്കടത്ത് പോലീസ് സംഘം തടയുന്നത്. ചോമ്പാല പോലീസിന് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാതയിൽ ചോമ്പാല പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഈ പാഴ്സൽ കമ്പനിയുടെ വാഹനത്തിനുള്ളിൽ പാഴ്സൽ ആയിട്ടുള്ള വസ്തുക്കളുടെ ഇടയിൽ പെട്ടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു 74 കുപ്പി വിദേശ മദ്യമുള്ളത്. ഇത് മുന്തിയ ഇനം വിദേശ മദ്യമാണ് എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം എടയൂർ പൂക്കാട്ടേരി സ്വദേശിയായ അബ്ദുൾ ഹമീദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം 74 കുപ്പി ഒരു വാഹനത്തിൽ കയറ്റാൻ മറ്റ് ആളുകളുടെ സഹായം ഉറപ്പായും ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്ത ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ ചോമ്പാല പോലീസിന്റെ തീരുമാനം. ക്രിസ്റ്റീന, കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ വീടിന് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം. 5 അംഗ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. വീട്ടിലുണ്ടായിരുന്ന വാഹനങ്ങളും CCTV ക്യാമറകളും അക്രമികൾ തല്ലി തകർത്തു. മെഴുവേലി സ്വദേശിനി മേഴ്സി ജോണിന്റെ വീടാണ് ആക്രമിച്ചത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത്. ശ്രീജിത്ത്, ഇത്തരത്തിലൊരു കടുംകൈ ചെയ്യാൻ എന്തായിരുന്നു പ്രകോപനം? ക്രിസ്റ്റീന, കുടുംബ വഴക്കാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. അതിൽ ചില സഹോദരനുമായി ബന്ധപ്പെട്ടൊക്കെ സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസ് എത്തി CCTV അടക്കം പരിശോധിച്ചു. ഈ ഹാർഡ് ഡിസ്കിലാണ് ഈ ചിത്രങ്ങൾ പതിയുന്നത്, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ പതിയുന്നത് എന്ന ഒരു വ്യക്തത ഒരുപക്ഷെ മുഖംമൂടി സംഘത്തിൽ ഇല്ലായിരിക്കാം. അതുകൊണ്ടാണ് ഈ CCTV ക്യാമറകൾ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും മുഖംമൂടി സംഘമായിരുന്നു. അതിനുശേഷം വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. പോലീസ് ഏതാണ്ട് ഈ പ്രതികളെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ 5 അംഗ സംഘത്തിന്റെ പേര് വിവരങ്ങൾ പോലീസ് ഇതുവരെ നൽകിയിട്ടില്ല മാധ്യമങ്ങൾക്ക്. ഇവർ ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. എലവന്തിട്ട പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ശരി, പത്തനംതിട്ടയിൽ വീടിന് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ പുരോഗതിയുണ്ട്. അത് നടത്തുന്നത് പത്തനംതിട്ടയിലെ പോലീസുകാരാണ്. 5 അംഗ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. വീട്ടിലുണ്ടായിരുന്ന വാഹനങ്ങളും CCTV ക്യാമറകളും അക്രമികൾ തല്ലി തകർത്തു. മെഴുവേലി സ്വദേശിനി മേഴ്സി ജോണിന്റെ വീടാണ് ആക്രമിച്ചത്. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 55 വയസ്സായിരുന്നു. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, വിശദാംശങ്ങൾ. രാവിലെ 9:30 ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞത്. 1986 സെപ്റ്റംബർ 8 ഈ കോഴിക്കോട് സാമൂതിരി ആണ് ഇത്തരത്തിൽ ഈ ഗുരുവായൂർ നടക്കൽ മുകുന്ദനെ നടയിരുത്തുന്നത്. പിന്നീട് ഗുരുവായൂരുകാരുടെ പ്രിയപ്പെട്ട ആനയായിരുന്നു. 2006 ഇടത്തെ പിൻകാല് മടങ്ങാത്ത ഒരു അവസ്ഥയിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതിനുശേഷം ഈ ആനയെ ഗുരുവായൂർ ആനക്കോട്ടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നില്ല, പൂർണ്ണമായും ചികിത്സയിൽ തന്നെയായിരുന്നു. 2 ആഴ്ച മുമ്പ് തളർന്ന ആനയെ പിന്നീട് ഈ ക്രെയിൻ ഉപയോഗിച്ച് എഴുന്നേൽപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇതിനുശേഷം തീർത്തും അവശനായ നിലയിലായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ആന ചരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഇവിടത്തെ ഗുരുവായൂരിൽ പൊതുദർശനത്തിനൊക്കെ വെച്ച ശേഷം ജഡം ഇന്ന് വൈകിട്ടോടെ കോടനാട് വനത്തിൽ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മുകുന്ദൻ എന്ന കൊമ്പൻ ചരിഞ്ഞതോടുകൂടി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളുടെ എണ്ണം 38 ചുരുങ്ങിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, 1988 സെപ്റ്റംബർ 8 ഗുരുവായൂരിൽ നടക്കിരുത്തിയ ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വന്തം കൊമ്പൻ മുകുന്ദൻ ചരിഞ്ഞു. 55 വയസ്സായിരുന്നു. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ്. BJP നേതാക്കളുടെ വർഗീയ പരാമർശങ്ങളിൽ കമ്മീഷന്റെ മൗനം ദുരൂഹമാണെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച തുറന്ന കത്തിനുള്ള മറുപടിയിലാണ് മല്ലികാർജ്ജുൻ ഖർഗെ വിമർശനം ഉന്നയിച്ചത്.
വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, അതിരൂക്ഷമായ ഒരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുറന്ന കത്തിനിപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായ ഒരു ഏജൻസിയാണെന്ന വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു എന്ന സൂചനകളാണോ ഈ മറുപടിയിലുള്ളത്? ക്രിസ്റ്റീന, തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തമ്മിലുള്ള കത്തിലൂടെയുള്ള പോരാട്ടം രൂക്ഷമായിരിക്കുന്നു. നേരത്തെ മല്ലികാർജുൻ ഖാർഗെ സഖ്യകക്ഷി നേതാക്കൾക്ക് അയച്ച തുറന്ന കത്തിൽ അത് പോളിംഗ് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി തന്നെ അത് ലഭ്യമാക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ കത്ത്. ഈ കത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം മല്ലികാർജുൻ ഖാർഗെക്ക് ഒരു കത്തിലൂടെ തന്നെ ഒരു മറുപടി നൽകിയിരുന്നു. അതിരൂക്ഷമായ ഭാഷയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ടല്ലാതെ തന്നെ ഖാർഗെ അയച്ച ഒരു കത്തിന് നൽകിയത്. പ്രധാനമായും ഒരു മുന്നറിയിപ്പിന്റെ രൂപത്തിലുള്ളതായിരുന്നു ആ കത്ത് എന്നുള്ളത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം നടത്തുന്ന ശ്രമം എന്ന അതടക്കമുള്ള പരാമർശവും അനുചിതവും അനാവശ്യമായ വാക്കുകളാണ് മല്ലികാർജുൻ ഖാർഗെ ഉപയോഗിച്ചതെന്നടക്കമുള്ള കടുത്ത പദങ്ങൾ ഈ കത്തിൽ ഉപയോഗിച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മല്ലികാർജുൻ ഖാർഗെ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. സഖ്യകക്ഷികൾക്ക് താൻ അയച്ച തുറന്ന കത്തിന് കമ്മീഷൻ മറുപടി അയച്ചത് എന്നും നേരിട്ട് നൽകിയ പല പരാതികളിലും യാതൊരു നടപടിയും കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കമ്മീഷനുമേൽ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് എന്ന് താൻ മനസ്സിലാക്കുന്നു. അത് കമ്മീഷൻ കഴിഞ്ഞ ദിവസം തനിക്ക് അയച്ച കത്തിന്റെ ഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്ന് അദ്ദേഹം കമ്മീഷനെ പരിഹസിക്കുന്നുണ്ട്. ഈ കത്തിൽ ഭരണകക്ഷി നേതാക്കൾ നടത്തുന്ന നഗ്നമായ വർഗീയ ജാതീയ പരാമർശങ്ങളെ കുറിച്ച് ഉള്ള പരാതികളിൽ കമ്മീഷന്റെ നിലപാട് ദുരൂഹമാണ് എന്ന വിമർശനം അദ്ദേഹം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ കമ്മീഷന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് നിലകൊള്ളുന്നത് എന്നും കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുടെ നിലപാട് എന്താണെന്നാണ് ഇനി അറിയേണ്ടത് എന്നുമാണ് അദ്ദേഹം ഈ തുറന്ന കത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കത്തും മറുപടി കത്തും ഒക്കെയായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസുമായുള്ള പോര് തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖർഗെ. BJP നേതാക്കളുടെ വർഗീയ പരാമർശങ്ങളിൽ കമ്മീഷന്റെ മൗനം ദുരൂഹമാണെന്നാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ കുറ്റപ്പെടുത്തൽ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി. പെരിന്തൽമണ്ണയിൽ കിണറ്റിലെ പാറ പൊട്ടിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ അതിഥി തൊഴിലാളി മരിച്ചു. തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ് മലപ്പുറത്തുനിന്ന്. ഷഹദ്, വളരെ ജാഗ്രതയോടും മുന്നൊരുക്കത്തോടും ഒക്കെ ചെയ്യേണ്ട ജോലിയാണ്. ഈ പാറ പൊട്ടിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ ഇപ്പോൾ തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ മരിച്ചല്ലോ, എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, അല്പസമയം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണയിലാണ് സംഭവം. തേക്കിൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് തൊട്ടോളി നൗഫൽ എന്നയാളുടെ വീട്ടിലെ കിണറിൽ ആണ് ഇത്തരത്തിൽ ഈ തോട്ട പൊട്ടിക്കാനുള്ള ശ്രമം നടത്തിയത്. അതിനിടയിലാണ് ഈ മരണം സംഭവിക്കുന്നത്. കാരണം തോട്ടൊക്കെ തിരികൊളുത്തി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് ഇത് പൊട്ടുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും ഒക്കെ സ്ഥലത്തെത്തി പിന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഈ കൃത്യസമയത്ത് മുകളിലേക്ക് കയറി വരാൻ പറ്റാത്തതാണ് ഈ അപകടം വരുത്തി വെച്ചത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം എന്നുള്ളതാണ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം പ്രവൃത്തികളൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ട കാര്യങ്ങളാണ്. ചെറിയൊരു അശ്രദ്ധ മതി ഇത്തരത്തിൽ വലിയ അപകടങ്ങൾ അല്ലെങ്കിൽ ജീവൻ പൊലിയാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലൊരു ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞിട്ടുള്ളത്. തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട്ടിൽ നിന്നുള്ള രാജേന്ദ്രൻ, 43 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹമാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ഇത്തരത്തിൽ ഈ കിണറിൽ തോട്ട പൊട്ടിക്കുന്നതിനിടയിലാണ് ഈ അപകടം നടക്കുന്നത്. ഷഹദ, തുടരുക. മലപ്പുറത്തു നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. നിലമ്പൂരിൽ 53-കാരന് സൂര്യാഘാതമേറ്റു. നിലമ്പൂർ മയ്യന്താനി സ്വദേശി സുരേഷിന്റെ കയ്യിലും വയറിലുമാണ് പൊള്ളലേറ്റത്. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന് വീണ്ടും ചേരുന്നത് ഷഹദ് റഹ്മാനാണ്. ഷഹദ്, ഈ വേനൽ ചൂടാണ്, വലിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഏത് സമയത്താണ് ഇത് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്?
53കാരനായിട്ടുള്ള ആൾക്കാണ് ഈ സൂര്യാഘാതം ഏറ്റിട്ടുള്ളത്. നിലമ്പൂർ മയ്യംതാനി പുതിയ പറമ്പിൽ സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം ഇദ്ദേഹം നടന്നു പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ കൈക്ക് സൂര്യാഘാതം ഏൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹം വീട്ടിൽ പോയതിനു ശേഷം കൈ പതിയെ കഴുകുകയായിരുന്നു. ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ പൊള്ളൽ അനുഭവപ്പെട്ടു. പിന്നീട് നോക്കുന്ന ഘട്ടത്തിലാണ് ഈ സൂര്യാഘാതം വലിയ രീതിയിൽ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിച്ചതായിട്ട് കണ്ടത്. അതായത് സമീപകാലത്ത് ഇപ്പം മലപ്പുറം പ്രത്യേകിച്ച് ഈ നിലമ്പൂർ മേഖലകളിൽ കുറെ അധികം ആളുകൾക്ക് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സൂര്യാഘാതം ഏറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര വലിയ രീതിയിലുള്ള ഒരു പൊള്ളലേൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഉടൻ തന്നെ അദ്ദേഹം അടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് അതിനുള്ള പരിചരണമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ വേനൽ കടുത്ത പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും ഒക്കെ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ ഈ സൂര്യൻ കത്തി നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങരുതെന്നും ജോലി സമയം ക്രമീകരിക്കണമെന്നൊക്കെ പല ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊക്കെ പലരും പാലിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് അധികമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ വളരെ വ്യക്തവുമാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലാണ് പൊള്ളലേറ്റത് എന്നുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് വലിയ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചെറിയ രീതിയിലുള്ള നീറ്റിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് കൈ കഴുകിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ആഘാതം വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കൈക്ക് പുറമെ മറ്റും ശരീരത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ സൂര്യാഘാതം ഏറ്റിട്ടുണ്ട്. അവിടെ ഇത്രയധികം പൊള്ളലില്ല. പക്ഷേ ഇത് കൈക്ക് പൊള്ളലേറ്റത് വലിയ രീതിയിലാണ്. ക്രിസ്റ്റീന. ശരി, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 2 വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഹദ് റഹ്മാൻ. ജമ്മുകാശ്മീരിലെ സാംബ ജില്ലയിൽ പാക് ഡ്രോൺ സാന്നിധ്യം നിയന്ത്രണ രേഖയോട് ചേർന്നാണ് ഡ്രോൺ കണ്ടത്. ഡ്രോണിന് നേരെ BSF ജവാന്മാർ വെടിവെച്ചു. മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, മുൻപും ഈ പാക് ഡ്രോൺ സാന്നിധ്യം അതിർത്തി മേഖലയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. ഡ്രോണിന് നേരെ BSF ജവാന്മാർ വെടിവെച്ചു. ഈ മേഖല ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്നും അറിയുന്നു. വിവരങ്ങൾ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സാംബ ജില്ലയിൽ ഇത്തരമൊരു ഡ്രോണിന്റെ സാന്നിധ്യം BSF തിരിച്ചറിയുന്നത്. ഒടുവിൽ അത് പാക് ഡ്രോൺ ആണെന്നുള്ളത് BSF തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായത്. ഈ ഡ്രോണിന് നേരെ BSF വെടിയുതിർത്തു. ആ സമയത്ത് ഘട്ടത്തിൽ ഡ്രോൺ തിരികെ മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും ആ പ്രദേശമാകെ BSF ജവാന്മാർ പരിശോധിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുകൾ നിക്ഷേപിക്കാനാണോ അതോ ആയുധങ്ങൾ കടത്തുവാനാണോ ഉപയോഗിച്ചതെന്ന് അടക്കമുള്ള പരിശോധിക്കാനായി ആ മേഖല പരിശോധിച്ചിരുന്നു. നിലവിൽ അത്തരമൊരു ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നിലവിൽ അതിർത്തി. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അച്യുതൻ. കണ്ണൂർ ആറളം ഫാമിൽ ആനയെ തുരത്തുന്നതിനിടെ കാട്ടാന വനം വകുപ്പ് സംഘത്തിന് നേരെ പാഞ്ഞെടുത്തു. ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ജീവനക്കാരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വനം വകുപ്പ് സംഘം സഞ്ചരിച്ച ജീപ്പിന് നേരെയാണ് ആക്രമണശ്രമം ഉണ്ടായത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ ചേരുകയാണ്. സജോ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വിശദാംശങ്ങൾ. കൃഷ്ണ, കണ്ണൂർ ആറളം ഫാമിലെ 6ാം ബ്ലോക്കിലാണ് ഈ സംഭവം ഉണ്ടായത്. ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലുമായും വലിയ തോതിൽ കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ആനകളെ വനത്തിലേക്ക് തുരത്തുന്ന ദൗത്യം പുരോഗമിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഈ ദൗത്യത്തിന്റെ ഭാഗമായ വനപാലക സംഘമാണ് ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചറും ഒപ്പം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും വനപാലകരും ഉൾപ്പെടുന്ന സംഘമാണ്. അവർ ഈ ദൗത്യത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യുകയാണ്. മേഖലയിലെ ഒരു റബ്ബർ തോട്ടത്തിൽ ഒരു പിടിയാനയും കുട്ടിയും ഉണ്ടായിരുന്നു. ആ ഭാഗത്തുകൂടെ അവർ സഞ്ചരിക്കവെയാണ് വനംവകുപ്പ് സംഘം സഞ്ചരിച്ച വാഹനത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. പിന്നാലെ ഇവർ ബഹളം വെച്ചു, വാഹനം റിവേഴ്സ് എടുത്തു, ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തി ആനയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഒടുവിൽ ആ ശ്രമത്തിൽ അവർ വിജയിക്കുകയാണ് ചെയ്തത്. ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ വലിയ ദുരന്തത്തിൽ കലാശിച്ചേനെ. അത് ഈ മേഖലയിലെ ഒരു പതിവ് സംഭവങ്ങളായി ആവർത്തിക്കുന്നുണ്ട്. വനപാലക സംഘം ഏതായാലും അവരുടെ ദൗത്യം തുടരുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സജോ ദേവസ്യാണ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ലൈവ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. അനുജീത്, നമസ്കാരം.